വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള നാടൻ തോരനായിട്ടാണ്, അതായത് മുരിങ്ങയിലെ തോരൻ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ ദുബായിൽ വെച്ചിട്ട് എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിങ്ങമാസം ആവട്ടെ, കാരണം കർക്കിടക മാസത്തിൽ മുരിങ്ങയില സാധാരണ കഴിക്കാറില്ല നമ്മളൊന്നും. അപ്പോൾ ചിങ്ങമാസമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി 2 ദിവസമുള്ളൂ എനിക്ക് പോകാൻ. അപ്പോൾ ഇനി ദുബായിൽ പോയിട്ട് മിക്കവാറും വീഡിയോ ഇടുണ്ടാവുള്ളൂ, കാരണം ഇനി സമയമില്ലല്ലോ. അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്. ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്കൊക്കെ പാലൊക്കെ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഇലയാണ് മുരിങ്ങയില. മുരിങ്ങയില മാത്രമല്ല കേട്ടോ, എല്ലാ ഇലവർഗ്ഗങ്ങളും വളരെ നല്ലതാണ്. കുട്ടികൾക്കും എല്ലാവരും കൂടുതൽ കഴിക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു പിണക്കുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ റെസിപ്പീസും നാട്ടിൽ വന്നിട്ടും ഇത്ര തിരക്കിനിടയിൽ ഇടുന്നത്. പ്രത്യേകിച്ചും കുടപ്പനും അതുപോലെ തന്നെ കായത്തൊലിയുടെ തോരനൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാലും ഒരുപാട് പേര് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇടുന്നതിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങൾ കണ്ടു കഴിഞ്ഞാലല്ലേ എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന റെസിപ്പി ഇടാൻ തോന്നുള്ളൂ. അപ്പോൾ കാണാത്തവരൊക്കെ പഴയ വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് മുരിങ്ങയില തോരൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് കാണിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് തന്നെ മുരിങ്ങയുടെ ഇല എല്ലാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കൂടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് പുതിയ ഇല എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപായിട്ട് എല്ലാം ഉരിച്ച് വാഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കും. പിന്നെ ആ സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് തോരനാക്കിയേ വേണ്ടൂ. കാരണം എല്ലാം കൂടി നമുക്ക് ആ സമയത്ത് പറ്റില്ല. അപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെ മുരിങ്ങയുടെ തണ്ടിൽ നിന്ന് എല്ലാ ഇലയൊക്കെ നേരെ വിടർത്തിയതിന് ശേഷം ഉപ്പും മഞ്ഞളും കൂടിയിട്ടുള്ള വെള്ളത്തിലിട്ട് വെക്കും. അതിനുശേഷം നന്നായിട്ട് ഒരു 5-6 തവണ വാഷ് ചെയ്യും. കാരണം ഇതിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെന്ന് വെച്ചിട്ട്. പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മുരിങ്ങയുടെ ഇലയാണെങ്കിൽ നല്ലോണം വാഷ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പറമ്പിലത്തെ ഇലയാണ്. പിന്നെ മുരിങ്ങയുടെ ഇല കർക്കിടക മാസത്തിൽ യൂസ് ചെയ്യില്ല നമ്മൾ സാധാരണ. കാരണം ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, വയറിന് അപ്സെറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ ഞങ്ങളെന്നല്ല, നമ്മൾ ഒരു വിധപ്പെട്ട എല്ലാവരും അങ്ങനെ, അതായത് മഴക്കാലത്ത് യൂസ് ചെയ്യാറില്ല സാധാരണ രീതിയിൽ. ഇപ്പോൾ കർക്കിടക മാസത്തിൽ പലപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. കഥ ഞാൻ പിന്നെ പറയാം. അപ്പോൾ മുരിങ്ങയുടെ ഇല എങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്നില്ലേ, മേലേന്ന് താഴോട്ട് ഇങ്ങനെ എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു തണ്ടല്ലേ, അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വലിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഇലകൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? പ്രത്യേകിച്ചും ഇലയെ തണ്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തണ്ട് പെട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ മൂത്ത തണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തോരൻ ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ വായിൽ ഇങ്ങനെ കുത്തുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് മൂത്ത തണ്ട് മാക്സിമം റിമൂവ് ചെയ്യാം. ഇല തണ്ടാണെങ്കിൽ അതിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് മുരിങ്ങയുടെ ഇല ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കുക. മനസ്സിലായോ? അപ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ഒരു പേപ്പറിൽ അങ്ങ് പൊതിഞ്ഞ് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കിനും ഇലയൊക്കെ കൊഴിഞ്ഞ പേപ്പറിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് അങ്ങനെ യൂസ് ചെയ്യും. അങ്ങനെയും ചെയ്യാം. അല്ലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തലേദിവസം നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് നേരം ഇരുന്ന് TV ഒക്കെ കാണുന്ന സമയത്ത് കുറച്ച് നേരം ഇരുന്ന് ഇതേപോലെ എല്ലാം ക്ലീൻ ചെയ്ത ശേഷം ഇലയൊക്കെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു കവറിൽ, ഞാൻ സിപ്ലോ കവറിൽ ഇട്ട് വെക്കും. അതിനുശേഷം രാവിലെ വാഷ് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ പിറ്റേ തലേദിവസം തന്നെ നമുക്ക് വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കണമെങ്കിൽ പിറ്റേ ദിവസം അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെന്താണോ നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊക്കോളും. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ഇതിങ്ങനെ റിമൂവ് ചെയ്യാം കേട്ടോ. ചീരയും പരിപ്പിട്ട് വെച്ചിട്ടില്ലേ, സെയിം റെസിപ്പി തന്നെ നമുക്ക് മുരിങ്ങയുടെ ഇലയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത്. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ ഇതിപ്പോൾ ഞാനത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇല കൊണ്ടാണ് ഞാനിപ്പോൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങയുടെ ഇല വാഷ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കുക. അതായത് നിറയെ ഹോൾസ് ഉള്ള ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ അങ്ങ് പൊക്കോളും. അതിനുശേഷം വെള്ളം പോയിട്ടില്ലെങ്കിൽ മാത്രം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയിൽ, നല്ല വൃത്തിയുള്ള തുണിയിൽ നന്നായിട്ട് അങ്ങ് ഒപ്പിയെടുത്താൽ മതി. അപ്പോൾ ഓവറായിട്ടുള്ള വെള്ളം പൊക്കോളും. ഇതിൽ പക്ഷേ അധികം വെള്ളമൊന്നും ഇല്ല. കാരണം ഞാനിത് ഓൾറെഡി കുറേ നേരത്തിന് മുമ്പ് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുപോലത്തെ സിപ്ലോ കവറിലാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കാറുള്ളത്. ഇതേപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലത്തെ സിപ്ലോ കവറിലിട്ട് 2 സിപ്ലോ കവറിൽ അങ്ങ് വയ്ക്കുക. അപ്പോൾ ഒട്ടും വാടില്ല. ഒരു 3-4 ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്നോളും. ഇതിലിട്ടിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം വീണ്ടും ഒരു സിപ്ലോ കവറിലിട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതേപോലെ സിപ്ലോ കവർ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലിട്ട് വെച്ചാൽ മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വാടില്ല. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയുടെ ഇല പെട്ടെന്ന് തന്നെ അങ്ങ് വാടിപ്പോവും, ടേസ്റ്റ് അങ്ങ് കുറയും കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാം. പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. കാരണം നമുക്കൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടില്ല.
പിന്നെ ഞാൻ ദുബായിലും മുരിങ്ങയുടെ ഇല വാങ്ങിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ ഇലയല്ല, വലിയ ടൈപ്പ് ഇലയാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടാറില്ല. എനിക്ക് തോന്നുന്നു സലാലയിൽ നിന്ന് എവിടെ നിങ്ങളുടെ വരുന്ന ഇലയാന്ന് തോന്നുന്നു. ബട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ മാക്സിമം നമ്മൾ വീട്ടിലത്തെ മുരിങ്ങയുടെ ഇലയൊക്കെ ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായി അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. നാളികേരം റോസ്റ്റ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ തോരൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്ക് കടായിലിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം തീയിലിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ആവുന്ന വരെ ഇതങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അരിയും കൂടി ഇട്ട് വേണമെങ്കിൽ വറുത്തെടുക്കാം. കാരണം അരി നമുക്ക് ക്രിസ്പി ആയിട്ട് നമുക്ക് കടിക്കാനൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വറുത്ത് അതിന് ശേഷം കുറച്ച് അരിമണി വേറെ സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് വെച്ചിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ തൽക്കാലം അരി യൂസ് ചെയ്യുന്നില്ല, നാളികേരം മാത്രം വറുക്കുന്നുള്ളൂ. ഒരല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക്. കാരണം നാളികേരത്തിൽ ഉപ്പ് രസം വരുമ്പോൾ ഒരു ടേസ്റ്റാണ്. അല്പം മാത്രം മതി. ഏത് ഇലയുടെ തോരൻ ഉണ്ടാക്കുമ്പോഴും ഉപ്പ് എപ്പോഴും സൂക്ഷിച്ചിട്ട് നമ്മൾ സാധാരണ തോരനിലിടുന്ന അത്ര ഉപ്പ് ഒരിക്കലും ഇടാൻ പാടില്ല. കാരണം ഈ ഇലകളിൽ തന്നെ ഒരു അല്പം ഉപ്പ് രസം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഇതിൽ ഉപ്പ് വളരെ കുറച്ചിടുക. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രം, ഒരു നുള്ളു മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് ബ്രൗൺ കളർ ആവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ താഴത്തെ ആ തേങ്ങ മാത്രം ഫ്രൈ ആവും, മേലെ അങ്ങ് ഫ്രൈ ആവില്ല. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ നാളികേരം ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ചിലർ നാളികേരം ചെരുകുമ്പോൾ വലിയ ഇതായിട്ട് അങ്ങനെ ചെരുകുന്നത് കാണാം. വലുതായിട്ടാണ് നമുക്ക് നാളികേരം ചെരുകി കിട്ടുന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ വിപ്പിംഗ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യുക. അപ്പോൾ നാളികേരം ചെറുതായിട്ട് അങ്ങ് പൊടിഞ്ഞു വരും. അതിനുശേഷം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുത്തോട്ടെ എനിക്കിത് ബ്രൗൺ കളർ ആവാൻ. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് ഇട്ടാൽ മതി. ചൂടുള്ള സാധനങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിലോട്ട് ഇടാൻ പാടില്ല. പിന്നെ പുറത്തേക്ക് ഇരിക്കുമ്പോഴും ബ്രൗൺ കളർ വരുമ്പോൾ സവാള വറക്കണ പോലെ തന്നെയാണ് തേങ്ങ. പുറത്തിരുന്നൊന്ന് തണുക്കുമ്പോഴും ആ തേങ്ങയുടെ കളറൊന്ന് മാറാൻ തുടങ്ങും. അപ്പോൾ ഓവറായിട്ട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞ പോലെയാകും. അപ്പോൾ ഞാനിതിലത്തെ തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് വടിച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓവറായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അതിലോട്ട് ഒരു 15 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാൻ കറിവേപ്പില ഇടാറില്ല കേട്ടോ. സാധാരണ മുരിങ്ങയുടെ ഇല ചീരയൊക്കെ തോരൻ ചെയ്യുമ്പോൾ ഞാൻ കറിവേപ്പില ഇടാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. അപ്പോൾ 15 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള, ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനി പിന്നെ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുള്ളൂ. 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വാടുന്ന വരെ അങ്ങ് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് വളരെ വിശേഷപ്പെട്ടൊരു ഇലയാണ് മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത്. അതായത് നമുക്ക് മുരിങ്ങയുടെ ഇലയും വളരെ നല്ലതാണ്, മുരിങ്ങക്കായും വളരെ നല്ലതാണ്. പിന്നെ മുരിങ്ങയുടെ തോലും പല ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത് നമ്മുടെ പ്രസവിച്ച സ്ത്രീകൾക്ക് പാല് കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മമാരൊക്കെ പണ്ട് സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു. മുരിങ്ങയുടെ ഇല പ്രസവിച്ച് കഴിഞ്ഞാൽ കറി വെച്ച് തരും. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല എടുക്കാത്തത് എന്നൊക്കെ കാര്യങ്ങൾ അവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എടുക്കില്ല. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അറിവിൽ കർക്കിടക മാസമാണ്. അപ്പോൾ അല്ലാത്ത സമയങ്ങളൊക്കെ നിറയെ മുരിങ്ങയുടെ ഇല മാത്രമല്ല കേട്ടോ, ഇലക്കറികളെല്ലാം നല്ലതാണ് പാല് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ മുരിങ്ങയുടെ ഇല മാത്രമാണ് വെക്കുന്നത്. പക്ഷേ ഞാൻ പരിപ്പ് കൂട്ടി വെക്കാറുണ്ട്. സെയിം പ്രൊസീജിയറിൽ തന്നെ കുറച്ച് പരിപ്പും കൂടെ കുക്ക് ചെയ്ത് ചേർക്കാം. അത് ഭയങ്കര ടേസ്റ്റാണ്. അതായത് മെമ്പേഴ്സ് കൂടുതലുണ്ട്, പക്ഷേ മുരിങ്ങയുടെ ഇല നമ്മുടെ വീട്ടിൽ കുറവുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് പരിപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ തോരൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കൂടും. പക്ഷേ അതേപോലെ തന്നെ ടേസ്റ്റും കൂടും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാറുകറി ആയിട്ടും വെക്കാം. മുരിങ്ങയുടെ ഇല പരിപ്പും കൂടിയിട്ട്. പിന്നെ മുരിങ്ങയുടെ ഇല വെച്ച് മോരുകറി ചെയ്യുന്നവരുണ്ട് പലരും. എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ ഇവിടെ അജിത് ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായി ഒരു പല പ്രാവശ്യം വാഷ് ചെയ്യുക. എന്നിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. കുറച്ചല്ല കേട്ടോ, ഒരുപാടൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിലോട്ട് നല്ല ചോറ്, നല്ല ചൂടുള്ള ചോറ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം വെളിച്ചെണ്ണയും ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. ഈ ചില കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ മോഷനൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ മുരിങ്ങയുടെ ഇല കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ മാക്സിമം മുരിങ്ങയുടെ ഇല ചീരയുടെ ഇലയൊക്കെ കൊടുത്ത് ചെറുപ്പത്തിൽ ശീലിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി കൊടുക്കാൻ പാടില്ല. ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊടുത്ത് തുടങ്ങുക കേട്ടോ.
ഇതൊക്കെ അമ്മമ്മമാരുടെ ടിപ്സാണ്. ഇങ്ങനെ പറഞ്ഞറിഞ്ഞിട്ടുള്ള അറിവുകളൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ഇനി ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചതച്ച മുളക് ഇല്ലെങ്കിൽ മറ്റുള്ള മുളക് ചതച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവ് അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോണ വരെ നമുക്കിതങ്ങ് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഞാനിതിലൊരു കാര്യം ചേർക്കാൻ മറന്നുപോയി. അല്പം മഞ്ഞൾപ്പൊടി വേണം. കാരണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വാഷ് ചെയ്തെടുത്തത്. എന്നാൽ പോലും ഞാൻ മുരിങ്ങയുടെ ഇല എടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല റോസ്റ്റായി മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇത് ഇട്ട് കൊടുക്കും. ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് കൂടുതൽ തോന്നിപ്പോവും. പക്ഷേ വാടി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ ഇലകളുടെയൊക്കെ ഒരു കുഴപ്പം. ഇതൊരു 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പണ്ട് പ്രാവിൻ്റെയും പയറിൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ ഒരു വീഡിയോയിൽ? ആ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഇലകളുടെയൊക്കെ ഒരു പാലക്കാണെങ്കിലും മുരിങ്ങയാണെങ്കിലും ചീരയാണെങ്കിലും ഒക്കെ വാടി വരുമ്പോൾ ഒരു അല്പം ഉണ്ടാവുള്ളൂ. കണ്ടോ ഇപ്പോൾ തന്നെ അങ്ങനെ സൈസ് അങ്ങ് കുറഞ്ഞു. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാനിതിൽ ഉപ്പ് മുരിങ്ങയുടെ ഇല ഇട്ടതിന് ശേഷം ചേർത്തിട്ടില്ല. നമുക്ക് അവസാനം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ആവാനുണ്ട്. അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മുരിങ്ങയുടെ ഇല നന്നായി വാടിയിട്ടുണ്ട്. ഞാനൊരു ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ സ്പൂൺ കണക്കിടാൻ പാടില്ല. എപ്പോഴും നുള്ള് കണക്കിടാൻ പാടുള്ളൂ. ഒരു നുള്ളായിട്ടുള്ള രീതിയിൽ ഇടാൻ പാടുള്ളൂ. ഉപ്പ് നോക്കുക. എന്നിട്ട് ഞാൻ ഒരു നുള്ള് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 3 നുള്ളാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉപ്പിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മാറ്റം വരും. അപ്പോൾ ഇത് മുരിങ്ങയുടെ ഇല ഇത്ര വാടിയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരല്പം മാറ്റി വയ്ക്കും ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട്, മേലേക്ക് ഇടാൻ വേണ്ടി. ബാക്കിയുള്ളതങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. ഞാൻ ഓഫ് ചെയ്യാണ്. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ. അപ്പോൾ ഫൈനലി ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ടേസ്റ്റിയാണ്. ഞാൻ നാളികേരം ഫ്രൈ ചെയ്യുന്ന ഇടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അടിപൊളി. പെർഫെക്റ്റ് ഉപ്പ്. അതിഗംഭീരം. വേറൊന്നും പറയാനില്ല. അപ്പം മുരിങ്ങയില തോരനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ നന്ദുവിനെ പ്രസവിച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ തലേദിവസം എൻ്റെ വല്യമ്മ, അതായത് എൻ്റെ അമ്മയുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. പുള്ളിക്കാരി ഇപ്പം മരിച്ചുപോയി. അപ്പോൾ വല്യമ്മ വന്നിട്ട് പറഞ്ഞു, ഭയങ്കര നല്ലതാണ് മോളെ പാലുണ്ടാവാനൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇതുണ്ടാക്കി തന്നു. ഇതേപോലെ തന്നെ പരിപ്പിട്ടിട്ട് വെച്ച് തന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. വല്യമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞാനത് കഴിച്ചു. എന്തിനു പറയണു ദൈവമേ, വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ, വയറുവേദന, ഒരു രക്ഷയില്ല. പിറ്റേ ദിവസം എനിക്ക് ഫ്ലൈറ്റാണ്. അപ്പോഴേക്കിനെ ജാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചീത്ത, നിനക്ക് ഇത്ര അറിയുന്ന ആൾ എന്തിനതൊക്കെ കഴിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞു. അന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ കർക്കിടക മാസമാണെന്ന് ഓർത്തില്ല, ഒന്നും ഓർത്തില്ല. എന്താണെന്നറിയില്ല. അന്ന് കഷ്ടകാലം. എന്നിട്ട് പിന്നെ പോയി ഇഞ്ചക്ഷനൊക്കെ അടിച്ച് ശരിക്കും ജാൻ്റെ നിന്ന് ചീത്തയും കിട്ടി. അത്രയും നമുക്ക് ടെൻഷനായിരുന്നു. അതുകൊണ്ട് എപ്പോഴാ കാലം ഒക്കെ നോക്കിയിട്ട് കഴിക്കുക നിങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. മുരിങ്ങയുടെ ഇല അത്രയും ടേസ്റ്റിയാണ്. അതേസമയം ഈ ഒരു ചെറിയ ദോഷമുണ്ട്. കർക്കിടക മാസമാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പ്രായമുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം, പ്രത്യേകിച്ചും ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് തലേദിവസം കഴിക്കാതിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. അതിപ്പോൾ ഏത് മാസമാണെങ്കിലും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ മറ്റന്നാളെ പോകുന്നത്. 2 ദിവസം ഉണ്ട് ഇനിയും. എന്നാൽ പോലും എനിക്ക് ടെൻഷനാണ് അന്നത്തെ കാര്യം ഓർക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ മുരിങ്ങയുടെ ഇല തോരൻ ഉണ്ടാക്കിയപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ആഡ് ചെയ്തിട്ടേ ഇല്ല. കാരണം മുരിങ്ങയുടെ ഇലയിലുള്ള വെള്ളവും നമ്മൾ പിന്നെ വാഷ് ചെയ്തിട്ട് എത്ര നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ അല്പം വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ ഈസി പീസി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുരിങ്ങയില തോരൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ദുബായിക്ക് കൊണ്ടുപോകാൻ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നാളികേരപ്പാലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളികേരപ്പാൽ നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്കിനി ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കണം. ഞാൻ കാണിച്ചിട്ടില്ല ഇതിന് മുമ്പ് വീഡിയോ. അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. പ്രൊസീജിയറൊക്കെ ഈസിയാണ്. ഇത് തൈമ്പാലാണ്. തൈമ്പാൽ കൂട്ടാട്ട് തനിയെ വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്. വെള്ളം കൂട്ടാത്ത തൈമ്പാലല്ലേ, അതങ്ങനെ ആവശ്യമായിരുന്നു. എൻ്റെ ഗുസ്തി കൊണ്ട് നോക്കട്ടെ. ഇത് കണ്ട മക്കളെ, കട്ടയായിട്ടാണ് നമ്മുടെ പാലിങ്ങനെ ഇരിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്. അത് നാളികേരം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല ഉണക്ക, അതായത് നല്ല മൂത്ത നാളികേരം എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ
നമ്മുടെ പാല് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ച് വരും. അപ്പം പിന്നെ ആ കട്ട മാത്രം എടുത്തിട്ട് നമുക്ക് ഉരിക്കാൻ മതി. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം ആക്കാം അല്ലേ. ഒരു വെളിച്ചെടുക്കാൻ വേണ്ടിട്ട് ചെറുതായിരിക്കുമ്പോൾ ഇപ്പോഴൊന്നല്ല. ഞാൻ നാളികേരം വറുത്തിട്ട് ചട്ടിയിലിട്ട് വറുക്കുമ്പോ ബാർഗുമായി വന്നേ എന്നോട് ചെന്തേ മോളെ ഇത് അതമ്മായി വെളിച്ചെണ്ണ ചെറുതായിട്ട് താമസിച്ചേ. പിന്നെ അതമ്മായി വെളിച്ചെണ്ണ മോളെ ഇങ്ങനെയല്ല പാലെടുത്തിട്ട് വേണം എന്നിട്ട് വെച്ചിട്ടുണ്ടായുള്ളൂ. വേഗം തന്നെ പാലെടുക്കാന്ന് മിക്സി ഒന്നും ഇല്ല കൈ കൊണ്ട് തന്നെ പിഴിയണ്ടല്ലേ. കുട്ടമ്മായി ദുബായിക്ക് പോകാനുള്ള വെളിച്ചെണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ കൊറ്റനെ നമുക്ക് ചമ്മന്തിപ്പൊടി ഇല്ലേ, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കാം. നല്ല ടേസ്റ്റാണ്.